ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ വന്നിട്ട് കഴിഞ്ഞ നൈക്ക പിങ്ക് സെയിലിന് ഞാൻ വാങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ഹോളാണ്. അതായത് 2025, ഇപ്പോൾ 2026 ആയി. ഞാൻ വീഡിയോയുടെ കുറച്ച് ലേറ്റായി. ഓക്കെ, ഇതിൽ ഞാൻ പുതിയതായിട്ട് ട്രൈ ചെയ്തിരുന്നതുകൊണ്ട് എൻ്റെ പഴയതായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ റീസ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ ഏതൊക്കെയാണ് പ്രൊഡക്ട്സ് വാങ്ങിയിട്ടുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് വന്നിട്ട് സിമ്പിളിൻ്റെ ഫേസ് വാഷാണ്. ഇത് വന്നിട്ട് എൻ്റെ റീസ്റ്റോക്കാണ്. അടിപൊളി ഫേസ് വാഷാണ്. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, കുറച്ചായി വാങ്ങിയിട്ട് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് പ്ലമ്മിൻ്റെ നിയാസിനമൈഡ് പ്ലസ് റൈസ് വാട്ടർ ടോണറാണ്. ഇതിൻ്റെ കുറേ റിവ്യൂ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിലൊക്കെ കുറേ റിവ്യൂസ് കണ്ടിട്ട് ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ്. അപ്പോൾ അത് എന്താണെന്ന് നോക്കുക അറിയില്ല. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് വലിയ ബോട്ടിൽ തന്നെ ഞാൻ വാങ്ങിയത് 115 ml. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങിയത് അതിൻ്റെ തന്നെ സീറം ആണ്, നിയാസിനമൈഡ് പ്ലസ് റൈസ് വാട്ടർ സീറം. ഇത് വന്നിട്ട് എൻ്റെ റീസ്റ്റോക്കാണ്. ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ചെറിയ ബോട്ടിലാണ്. ഇപ്പോൾ ഞാൻ അതിൻ്റെ വലിയ ബോട്ടിലിട്ട് റീസ്റ്റോക്ക് ചെയ്യിച്ചു. എൻ്റെ ചെറിയ ബോട്ടിൽ തീർന്നു പോയി. അത് 15 ml ആയിരുന്നു. ഇത് ഇപ്പോൾ ഞാൻ പുതിയത് വാങ്ങിയത് 30 ml. അപ്പോൾ ഇത് നിയാസിനമൈഡ്. ഇത് ബ്രൈറ്റൻ ചെയ്യും. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റും. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 659 ആണ്. ബട്ട് ഞാൻ ഇതിന് എത്രയെന്ന് ഓർമ്മയില്ല കറക്റ്റ്. എന്തായാലും കുറച്ചിട്ട് തന്നെ കിട്ടി. പിങ്ക് സെയിലായതുകൊണ്ട് 30 ml ആണ് കേട്ടോ. ഇതാണ് ഞാൻ മുന്നേ യൂസ് ചെയ്തിരുന്ന 15 ml വരുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ഒരു മോയ്സ്ചറൈസറാണ്, ഡീകൺസ്ട്രക്റ്റിൻ്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ. ഇത് ഒരു ജെൽ ടൈപ്പ് മോയ്സ്ചറൈസറാണ്. MFS കോംപ്ലക്സ് ഒക്കെ ഉണ്ട്. ആൻഡ് ഇത് 50 ഗ്രാമാണ്. ഓയിലി ഹൈഡ്രേഷനൊക്കെ തരുന്ന ഓയിലി സ്കിന്നിന് പറ്റിയൊരു മോയ്സ്ചറൈസറാണ്. ഇത് വന്നിട്ട് എൻ്റെ റീസ്റ്റോക്കാണ്. ഞാൻ ഇത് തന്നെ യൂസ് ഉണ്ടായിരുന്നത്. ഇത് വന്നിട്ട് എൻ്റെ റീപർച്ചേസാണ്. ഇതാണ് ഒരു ബോട്ടിൽ കഴിഞ്ഞു പോയി. ഇതിപ്പോൾ ഞാൻ സ്റ്റോക്ക് ചെയ്തതാണ്. നെക്സ്റ്റ് വന്നിട്ട് ഡീകൺസ്ട്രക്റ്റിൻ്റെ തന്നെ ഒരു പ്രൊഡക്റ്റാണ്, സൺസ്ക്രീനാണ്. ഇതും എൻ്റെ റീസ്റ്റോക്ക് ചെയ്യാൻ റീപർച്ചേസാണ്. ഇതും ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൺസ്ക്രീനാണ്. ഇതിൻ്റെ 4 5 അങ്ങനെ എന്തോ പർച്ചേസാണ്. ഇതും ജെൽ ടൈപ്പാണ്, ഓയിലി സ്കിന്നിന് പറ്റിയതാണ്. നല്ലതാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനൊക്കെ ചെറിയ സൈസ് അവൈലബിൾ ഉള്ളൂ, 50 ഗ്രാം അങ്ങനെ. ഇവർ ശരിക്കും കുറച്ചുകൂടെ വലിയ സൈസിൽ സ്റ്റോക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ നമുക്കിനി ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ഈ അൺബോക്സ് ചെയ്യുമ്പോൾ അതിൽ ബോക്സിൻ്റെ ഇത് കണ്ടിട്ട് ആരും ഇത് പഴയതാണെന്നൊന്നും വിചാരിക്കേണ്ട. ആക്ച്വലി ബോക്സ് അവിടെ ഇവിടെയൊക്കെ ഇട്ട് അങ്ങനെ ആയതാണ്. കൊറിയർ വന്നപ്പോഴും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ആയതാണ് കേട്ടോ. ഒന്നിൻ്റെ തീർന്ന ബോട്ടിലാണ് പുതിയത്. ഇതിൻ്റെ മുന്നേ ഉള്ളതൊക്കെ ഞാൻ കളഞ്ഞു. അതിൻ്റെ 4 5 ഞാൻ പറഞ്ഞത്. 4ാമത്തെ 5ാമത്തെ പർച്ചേസാണ്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഒരു സൺസ്ക്രീനാണ്. വിഷ് കെയറിൻ്റെ സൺസ്ക്രീനാണ്, നിയാസിനമൈഡ് ഓയിൽ ബാലൻസ് ഫ്ലൂയിഡ് സൺസ്ക്രീൻ. ഇതും ഞാൻ കുറേ റിവ്യൂ കണ്ടിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കാൻ അറിയില്ല. പിന്നെ നല്ല റിവ്യൂസൊക്കെ കാണുന്നുണ്ട്. ഇതിനും SPF 50+ ഒക്കെ വരുന്നുണ്ട്. ഒരു റണ്ണിങ് ടെക്സ്ചറാണ്. ഇതും എങ്ങനെ നോക്കാമെന്ന് വിചാരിച്ച് വാങ്ങിയതെന്നാണ്. അടുത്ത് വന്നിട്ട് സിമ്പിളിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. സിമ്പിളിൻ്റെ ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ തന്നെ. ഇത് ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ്. ഹൈഡ്രേറ്റിംഗ് ലൈറ്റ് വെയ്റ്റ് മോയ്സ്ചറൈസർ. ഇതിൻ്റെ സൈസ് 125 ml ആണ്. ഇത് അത്ര ജെൽ ടൈപ്പ് അല്ല, കുറച്ച് ലൈറ്റ് വെയ്റ്റ് ആണ്. ഹൈഡ്രേറ്റിംഗ് ആണ്. 72 hours എന്നൊക്കെ ഇതിൽ ക്ലെയിം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനത് യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അങ്ങനെ നോക്കാം. പിന്നെ ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റും. സിമ്പിളിൻ്റെത് പൊതുവേ ഹാം ഫ്രീ പ്രൊഡക്റ്റാണ്. ഇതിൽ ഫ്രാഗ്രൻസ് അങ്ങനെയൊന്നുമില്ല. നല്ല മോയ്സ്ചറൈസറാണെന്ന് ഇതുപോലെ കുറേ റിവ്യൂസൊക്കെ കണ്ടിട്ട് തന്നെ
ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ്. നെക്സ്റ്റ് വന്നിട്ട് ലോറിയൽ പാരീസിൻ്റെ ഗ്ലൈക്കോളിക് ബ്രൈറ്റ് സീറോ ആണ്. ഇത് ഡാർക്ക് സ്പോട്ടൊക്കെ നല്ലോണം ഫെയ്ഡ് ചെയ്യും, ബ്രൈറ്റ് ആക്കും എന്നൊക്കെ നല്ല റിവ്യൂസ് കണ്ടിട്ട് വാങ്ങിയത് തന്നെയാണ്. ഇത് ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഇതിന് വന്നിട്ട് പാക്കേജിംഗ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതൊരു ഇങ്ങനെയാണ് പാക്കേജിങ് വരുന്നത്. ഗ്ലൈക്കോളിക് ആസിഡും നിയാസിനോയിഡൊക്കെ ഉണ്ട് തോന്നുന്നു, ഓർമ്മയില്ല എന്തൊക്കെ ഉണ്ടായിരുന്നു. ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ പിന്നെ ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് എന്തൊക്കെ പ്രൊഡക്ട്സ് വാങ്ങിയതെന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. എനിക്ക് ഇത്രയും വാങ്ങിയപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ടോണി മോളിയുടെ സിറമൈഡ് ടോണർ, പിന്നെ ഡീകൺസ്ട്രക്റ്റ് എന്ന് കുറേ വാങ്ങിയപ്പോൾ അവരുടെ ക്ലിയറിങ് സിറം എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. പിന്നെ ഇതിന് മുന്നേ ഞാൻ ഡീകൺസ്ട്രക്റ്റിൽ നിന്ന് വാങ്ങിയപ്പോഴും എനിക്ക് ഈ സിറം ഇതുപോലെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഞാൻ യൂസൊന്നും ചെയ്തിട്ടില്ല. ഇത് ഇൻഷാല്ലാ യൂസ് ചെയ്യണമെങ്കിൽ നോക്കണമെന്നുണ്ട്. ആക്ച്വലി നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങുന്നതിനേക്കാളും നമുക്ക് ഫ്രീ ആയിട്ട് സാധനം കിട്ടുമ്പോൾ ഒരു രസമില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതും ടോണി മോൾട്ടൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയി. ഒന്നുകൂടെ ട്രൈ ചെയ്യണമെന്നൊക്കെ ഉണ്ട്, ബട്ട് തുടങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ കിട്ടിയതാണ് ഇതെന്താ ഷാമ്പു എന്തോ ആണ്. അപ്പോൾ ഈ വർഷം നന്നായിട്ട് സ്കിൻ കെയർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അടിപൊളിയാക്കണം, ബെറ്റർ സ്കിൻ ആക്കണം എന്നൊക്കെ ഉണ്ട്. അങ്ങനെയാണ് 2025 ലാസ്റ്റ് പിങ്ക് സെയിൽ ഇങ്ങനെയൊക്കെ വാങ്ങി. പിങ്ക് സെയിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രൊഡക്ട്സൊക്കെ നല്ല ഓഫിൽ കിട്ടും. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് ചെയ്യാനും നമുക്ക് പുതിയത് ട്രൈ ചെയ്യാനൊക്കെ പറ്റിയ അവസരമാണ്. അപ്പോൾ ഇനി പിങ്ക് സെയിലൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങളും ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിക്കുക. ഇതിൻ്റെ എന്തെങ്കിലും ലിങ്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അയച്ചുതരാം.